ഹായ് ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ബാക്ക്ഗ്രൗണ്ടിനകത്ത് സെറാ ബേബിയുടെ സൗണ്ടുകൾ നന്നായിട്ട് കേൾക്കാൻ പറ്റുമായിരിക്കും. അവള് ഇങ്ങനെ വോക്കറ നടപ്പുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് നമ്മുടെ സെറാ ബേബിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് കുറച്ച് ഓൺലൈനിൽ നിന്ന് കുറച്ച് ഗേളി വൈബ് തോന്നുന്ന കുറച്ച് ഡ്രസ്സ് മേടിച്ചായിരുന്നു. അപ്പൊ അതൊക്കെ ഫ്ലിപ്കാർട്ടിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ കൂടുതലും റിവ്യൂ ഫോട്ടോസ് ഒന്നും ഇല്ലാത്ത പോലത്തെ ഡ്രസ്സുകളൊക്കെ ആയിരുന്നു. അപ്പൊ ഞങ്ങള് അത് വന്നാൽ എങ്ങനെ ഇരിക്കും, നല്ല മെറ്റീരിയൽ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു മൂന്നാലെണ്ണം ഓർഡർ ചെയ്തായിരുന്നു. ഗോ അവേ. ഇപ്പൊ ഫസ്റ്റത്തെ നമ്മുടെ ഡ്രസ്സ് വരുന്നത് ഈ ഒരു നല്ല ബ്ലൂ കളർ വരുന്ന ഒരു അത്യാവശ്യം നല്ലൊരു നെക്കൊക്കെ കണ്ടോ, ഇങ്ങനെ ഒരു ഇവിടെ ഇങ്ങനെ ഒരു ഇതിനെ കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ എന്താ ഇതിന്റെ സ്റ്റിച്ചിന്റെ പേരെന്താ അങ്ങനെയൊന്നും പറയാൻ എനിക്ക് അറിയില്ല. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. സൈഡില് ഞാൻ ഇട്ട പിക്കൂടെ വീഡിയോ കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരു കാഷ്വൽ വെയർ. നമ്മൾ ഫംഗ്ഷന് ഉദ്ദേശിച്ചത് ഒരു ബ്ലൂ കളറ്, ഒരു ലാവൻഡർ, പിങ്ക്, പീച്ച് അങ്ങനെയൊക്കെ ഉള്ള കളേഴ്സ് ആയിരുന്നു നമ്മൾ നമ്മുടെ ഫംഗ്ഷന് വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു കളർ ഉള്ള കുറച്ച് ഡ്രസ്സുകളാണ് ഇപ്പൊ നമ്മൾ മേടിച്ചിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് നോക്കി നമ്മൾ മേടിച്ചാണ് ബ്ലൂ. ബ്ലൂവിന്റെ ഇവിടെ ഇങ്ങനെ താഴോട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഫ്രില്ലുണ്ട്, പിന്നെ ഏറ്റവും താഴെ ഇങ്ങനെ ഒരു ഫ്രില്ല് വരുന്നുണ്ട്. ഇതിനിങ്ങനെ ഡാർക്ക് ബ്ലൂവും പല ബ്ലൂവിന്റെ ഒരു ഷെയ്ഡ് വരുന്നത് ഇങ്ങനെ ഡോട്ട്സ് ആണ് വരുന്നത്. ഇവിടെ ചെസ്റ്റ് പോർഷനിൽ ഒരു ഇലാസ്റ്റിക്കോ അല്ല ഇത് ഇട്ടിട്ട് നമുക്ക് കുഴപ്പമില്ല. നമുക്ക് എന്താ ഒരു ഫംഗ്ഷനൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ അങ്ങനത്തെ ഒന്നും ഇല്ല. ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു ഡ്രസ്സായിരുന്നു ഇത്. അതുകൊണ്ട് നമുക്കൊരു കുറച്ചുകൂടെ ഒരു ഫംഗ്ഷനും കൂടെ ഒരു ഓർത്തിട്ട് ഇത് നമ്മൾ വേണ്ടെന്ന് വെച്ചു. അപ്പൊ ഇത് നിങ്ങൾക്ക് കാഷ്വലായിട്ട് ഇടാനായിട്ടാണെങ്കിൽ ഈ മെറ്റീരിയൽ ഈ ഡ്രസ്സ് നല്ലതായിരിക്കും. അപ്പം ഇതിന്റെ എല്ലാ ലിങ്ക്സ് താഴെ കൊടുത്തേക്കാം. ഓക്കെ, അപ്പം ഇതവിടെ ഇരിക്കട്ടെ. അടുത്ത് വന്നിട്ട് നമ്മൾ മേടിച്ചത് ഒരു ബോഡിക്കോൺ ഡ്രസ്സാണ്. ഇത് എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ട് അവള് മേടിച്ച. അപ്പൊ അവൾക്ക് എക്സ്ട്രാ സ്മോൾ ആണെന്ന് തോന്നുന്നു. യെസ്, എക്സ്ട്രാ സ്മോൾ ആണ് ഓർഡർ ചെയ്തത്. ഇതൊരു സ്ലീവ്ലെസ് കൈയൊക്കെയാണ് വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ അത് അവളുടെ ദേഹത്ത് വച്ചടിച്ച പോലെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഫുൾ നല്ല നമ്മുടെ ദേഹത്തോട്ട് വച്ചടിച്ച പോലെ ഇരിക്കും. അപ്പം ഇതുകൊണ്ട് നമ്മളങ്ങ് വേണ്ടെന്ന് വെച്ചു. ഒരു സൈസ് കൂടെ അപ്പ് എടുക്കുമായിരുന്നെങ്കിൽ നല്ലായിരുന്നു. അപ്പൊ നിങ്ങളാണെങ്കിലും നിങ്ങളുടെ ഒരു സൈസ് അപ്പ് എടുക്കുവാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. അപ്പം കാണാനൊക്കെ നല്ലതാണ്. അല്ലാതെ നോക്കുമ്പോൾ പ്രൈസിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇതിനാണ്ട് 200-300 സംതിങ് ആയിട്ടുള്ളൂ. ഇതിനാണേലും അതുകൊണ്ട് 400 സംതിങ് ഒക്കെ ആയിരുന്നു തോന്നുന്നു. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും റേറ്റ് ഞാൻ ഇവിടെയൊക്കെ മെൻഷൻ ചെയ്യാം. പിന്നെ നമ്മള് ഒരു റോസാണ് എടുത്തത്. ഇത് പക്ഷെ ഒരു ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു റാണി പിങ്ക് പോലത്തെ ഒരു പിങ്ക് ആയിപ്പോയി. അതുകൊണ്ട് നമുക്ക് അതങ്ങോട്ട് അത്രയും അങ്ങോട്ട് വലിയ സെറ്റ് ആയില്ല. ഇതിങ്ങനത്തെ ഡ്രസ്സ് കുറെ പേര് റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ മെറ്റീരിയൽ അല്ല ഇങ്ങനത്തെ സാധനവും ഇഷ്ടമുള്ളവർക്ക് ഇതിന്റെ ആ പ്രൈസിന് ഇത് വേർത്താണ്. പിന്നെ വന്നിട്ട് നമ്മൾ മേടിച്ച ഒരു ലാവൻഡർ കളറിലെ പുറകിൽ ആള് കരയുന്നതാണ്. ലാവൻഡർ കളറിലെ ഒരു ബോഡി കോൺ ആണോ ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും ഒരു കുറച്ചിങ്ങനെ ഫിറ്റായിട്ട് കിടക്കുന്ന പോലത്തെ ഒരു ഡ്രസ്സാണ്. ഇതും എൻ്റെ ഏറ്റവും ഇളയ അനിയത്തിക്ക് മേടിച്ചതാണ്. ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു കഴുത്തിൻ്റെ ചെസ്റ്റിൻ്റെ പോർഷൻ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഒരു പ്ലീറ്റ് പോലെ ഇങ്ങനെ വരും. പക്ഷെ അത് ചെസ്റ്റിൻ്റെ മുകളിലാണ് ഇങ്ങനെയാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഒരു ടോപ്പ് സ്ലീവ്ലെസ് ആണ്. ഇങ്ങനത്തെ ഒരു വള്ളി മാത്രമേ വരുന്നുള്ളൂ. കഴുത്തൊന്നും അത്രയും വൈഡ് താഴോട്ട് വൈഡല്ല, കുഴപ്പമില്ലാത്തതുകൊണ്ട് ഒരു മെറ്റീരിയലാണ്. ഒരു സാറ്റൻ പോലത്തെ മെറ്റീരിയലാണ്. താഴോട്ടൊന്നും വേറെ ഫ്രില്ലോ കാര്യങ്ങളൊന്നും ഇല്ല, പ്ലെയിൻ ആണ്. ഒട്ടും വെയിറ്റും ഇല്ല. എല്ലാത്തിനും റേറ്റ് ഉള്ള ഒരു 400, 500 അങ്ങനെ അല്ലെങ്കിൽ 200 അങ്ങനെയൊക്കെ ഉള്ളൂ. റേറ്റ് ഞാൻ മെൻഷൻ ചെയ്യാം. ഇതും സൈസ് കറക്റ്റായിരുന്നു. എൻ്റെ ഏറ്റവും ഇളയ അനിയത്തിക്ക് കേട്ടോ സൈസ് കറക്റ്റായിരുന്നു. പിന്നെ നമ്മുടെ ഇവിടെ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടാൽ അധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് നമ്മൾ വേണ്ടെന്ന് വെച്ചു. പിന്നെ വരുന്നത് ഒരു ലാവൻഡർ ഷെയ്ഡ് തന്നെ വരുന്ന ഒരു ഡ്രസ്സാണ്. അത് അത്യാവശ്യം നല്ലൊരു ഡ്രസ്സാണ്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ കിടക്കുമായിരുന്നു. കഴുത്ത് ഡീപ്പായെന്ന് തോന്നുന്നവർക്ക് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് വെച്ചാൽ മതിയായിരുന്നു. ബാക്കിയെല്ലാം ഇട്ടിട്ട് നല്ലതായിരുന്നു. അപ്പൊ അങ്ങനെ അതുകൊണ്ട് താഴോട്ട് വേറെ ഫ്രില്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഈ താഴെ വരെ കിടക്കുന്ന ഉണ്ടോ നല്ല നീളമുള്ള, അപ്പൊ താഴെ വരെ ഇങ്ങനെ കിടക്കും. സ്ലീവ്ലെസ് ആണെന്നുള്ളേ ഉള്ളൂ. നല്ല വീതിയുള്ള ഇതൊക്കെയാണ്, ഷോൾഡറൊക്കെയാണ്. അപ്പൊ കാല് ഇങ്ങനെ കൈക്കുഴി കാണുക അല്ലെങ്കിൽ അവിടെ അങ്ങനെ കാണുക എന്നുള്ള പേടിയൊന്നും വേണ്ട. നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റിയ ഒരു ഡ്രസ്സാണ്. അപ്പം
ഇതിന്റെ ഒരു പീച്ച് കളർ കൂടെ ഉണ്ട്. അതാണ് അത് ഞാൻ ഫോട്ടോ ആണെങ്കിൽ സൈഡിൽ കൊടുക്കും. അതാണ് എൻ്റെ അനിയത്തി ഇട്ടിരുന്നത്. അത് ഇപ്പം ഓൺലൈനിലാണ്. പിന്നെ വരുന്നത് ലാവൻഡർ കളറില് ഇങ്ങനെ ജസ്റ്റ് ഇതൊക്കെ കുറെ പേര് കണ്ടിട്ടുള്ളതെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു കഴുത്ത് വരുന്ന ഈ പഫ് സ്ലീവ്സ് ആണ് ഇങ്ങനെ വരുന്നത്. പിന്നെ ഇങ്ങനെ ജസ്റ്റ് ഒരു ഫിഷ് കട്ട് പോലെ ഇങ്ങനെ വന്നിട്ട് താഴെ ഒരു ചെറിയ ഫ്രില്ല്. ഇതിനും ക്വാളിറ്റി ഒക്കെ ഉണ്ട്, പ്രൈസിൻ്റെതായിട്ടുള്ള വേർത്താണ്. ഇങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഇത് ഇടാം. പക്ഷെ ഇതും നമ്മുടെ ആ ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അറിഞ്ഞ് കിട്ടിയിട്ടുള്ള വയറൊക്കെ കൊണ്ട് ഇത് നമുക്ക് ഇടാൻ പറ്റിയില്ല. നമ്മുടെ ബോഡി ടൈപ്പിന് അത് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. അതുകൊണ്ട് നമ്മളിത് വേണ്ടെന്ന് വെച്ചത്. ഞാനിട്ട ഡ്രസ്സ് ഇപ്പോൾ കാണിക്കും. ഞാനിട്ട ഡ്രസ്സ് വരുന്നത് ഈ ഒരു ബ്ലൂ കളറാണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം എനിക്ക് ആദ്യം വന്നതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതും പിന്നെ അവർ രണ്ടുപേരും ഇട്ടിരുന്നത് അതാണ്. നമ്മുടെ ബോഡി ടൈപ്പിനും ചേരുകയൊക്കെ ചെയ്തത്, നമുക്ക് ഇട്ടിട്ട് ഇണങ്ങുന്നതും അതായിരുന്നു. അതുകൊണ്ട് നമ്മളതെടുത്തു. അപ്പം ഇത് ജസ്റ്റ് നമ്മുടെ ചെസ്റ്റ് പോർഷനിൽ ഇങ്ങനെ ഒരു ന്യൂച്ചിൽ പോലെ വന്നിട്ട് ചെറിയ ഒരു പഫ് സ്ലീവ്സ്. അത് ഇങ്ങനെ ഇച്ചിരി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള തുണിയാണ്. പിന്നെ ഇവിടെ താഴെ ഇങ്ങനെ ഒരു ചെറിയൊരു കട്ടിങ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഒരു ഇത് വന്നിട്ട് താഴെ ഒരു ഫ്രില്ല് പോലെ ഇട്ടിട്ട് നല്ല ഭംഗിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരുന്നു, പക്ഷെ നല്ലായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പം മേടിച്ച സാധനങ്ങളെല്ലാം പല കളർ അവൈലബിൾ ആണ്. അപ്പം വേണ്ടിയവർക്ക് അത് നോക്കിയെടുക്കാം. ഇതൊക്കെ ഇത് കറക്റ്റ് സൈസാണ്. ഞാൻ എൻ്റെ സൈസ് നോക്കിയിട്ട് കറക്റ്റായിട്ട് തന്നെ വന്നിരിക്കുന്നത്. എൻ്റെ സൈസിൽ ഒരു പൊടിക്ക് ആർക്കെങ്കിലും വണ്ണം കൂടുതലാണെങ്കിൽ വലിയ സൈസ് എടുക്കണം. ഞാൻ എടുത്തത് സ്മോൾ ആണ്. എൻ്റെ ദേഹത്ത് കറക്റ്റായിട്ടായിരുന്നു. അപ്പം വയറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ എടുത്തറിയാം. അങ്ങനത്തെ ഒരു ഡ്രസ്സ്. അപ്പം അകത്ത് എന്തെങ്കിലും ഒരു ഷേപ്പ് വെയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടിടുന്നതായിരിക്കും ബെറ്റർ. ഞാനും നിങ്ങളെപ്പോലെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് ഒരു ഇങ്ങനത്തെ മെറ്റീരിയൽ നിങ്ങൾക്ക് അറിയാം. സാധാരണ മീഷോയിലൊക്കെ 2 എണ്ണത്തിന് 121 രൂപ അങ്ങനെയൊക്കെ വരുന്നൊരു ടോപ്പ്, വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഒക്കെ വരുന്ന പോലത്തെ ടോപ്പില്ലേ, അതിൻ്റെ ആ ഒരു മെറ്റീരിയൽ പോലത്തെ ഒരു മെറ്റീരിയലാണ്. അത്ര കട്ടിയില്ല. ഇത് ഭയങ്കര ബോഡി ഹഗ്ഗിങ് ആയിട്ട് ഇങ്ങനെ കിടക്കുമെന്ന് തോന്നും. ബോഡിക്കോൺ ഡ്രസ്സാണ്. അപ്പം നല്ലതായിട്ട് ദേഹത്ത് ഒട്ടി കിടക്കുന്ന ഡ്രസ്സായിരിക്കും തോന്നുന്നു. ഞാനിത് ട്രൈ ഓൺ ചെയ്തിട്ടുള്ള വീഡിയോ സൈഡിലിടാൻ ഇട്ട് നോക്കിയില്ല. ഇപ്പം പൊട്ടിച്ചതേ ഉള്ളൂ. വൃത്തികേടാണെങ്കിൽ എടുത്തില്ലായിരിക്കും കേട്ടോ. ട്രൈ ഓൺ വീഡിയോ എടുത്തില്ലായിരിക്കും വൃത്തികേടാണെങ്കിൽ. അല്ലെങ്കിൽ കാണിച്ചു തരാം. അപ്പം ഇതിന് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ബോഡിക്കോൺ പോലെ കിടക്കുന്ന ഒരു ഹൈ നെക്ക് വരുന്ന സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ളൊരു ടോപ്പ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഡ്രസ്സിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. കോഡ് വേണ്ടവർക്ക് കോഡ് തരാം, അല്ലെങ്കിൽ ലിങ്ക് വേണ്ടവർക്ക് ലിങ്ക് തരാം. അപ്പം നിങ്ങൾ എന്നാണല്ലോ ചോദിച്ചാൽ മതി. ഞാൻ ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരിക്കും. കാരണം ഈ ഡ്രസ്സിൻ്റെ എല്ലാത്തിൻ്റെയും ഒന്നും റിവ്യൂ ഒന്നും ഫോട്ടോസിനകത്താണെങ്കിലും നമ്മുടെ യൂട്യൂബിനകത്താണെങ്കിലും ഇല്ല. അപ്പം നിങ്ങൾ ഇതിലുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.